ഈസ് ലോഡ്. തുടർന്ന് തിരുവചനത്തിന്റെ ചുറ്റാകെ നാം ആയിരിക്കുന്നല്ലോ. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത് 1-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇന്ന് 5, 6, 7 തുടങ്ങിയ വാക്യങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പൗലോസ് 1-ാം അധ്യായത്തില് നമ്മളെ പരിചയപ്പെടുത്തുന്നത്, ദൈവസഭയ്ക്ക് കൈമാറുന്നത്. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസത്തെക്കുറിച്ചാണ്. കംഫർട്ട് റിസീവ്ഡ്, കംഫർട്ട് ഷെയർഡ്. നമുക്ക് ലഭിക്കുന്ന ആശ്വാസം ദൈവസന്നിധിയിൽ, അതോടൊപ്പം തന്നെ ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്ക് ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ചലഞ്ചസ്, സെറ്റ് ബാക്സ്, അതിനെക്കുറിച്ചും ട്രബിൾസ്, ഇതേക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിക്കുവാനായിട്ടിടയായി. ഈ തിരുവചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിനെ അല്പം ശ്രദ്ധയോടുകൂടെ നാം പഠിക്കണം. കാര്യം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായ ടീച്ചിങ്സുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ദൈവമക്കൾക്ക് സഫറിങ് ഉണ്ടോ, ആ സഫറിങ്ങിന്റെ എങ്ങനെയാണ് ആ സഫറിങ്ങിനകത്തു നിന്നുള്ള ഒരു വിടുതൽ ലഭിക്കുന്നത്, എപ്പോഴാണ് അത് ലഭിക്കുന്നത്, അത് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഈ സഫറിങ് കൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിലെ പ്രയോജനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചതുപോലെ പല ടെലിവിഷൻ മെസ്സേജസിലും നമുക്ക് ലഭിക്കുന്ന എൻകറേജ്മെന്റുകൾ, കംഫർട്ടുകളൊക്കെ പലപ്പോഴും സത്യങ്ങളെ മറച്ചു വെച്ച് അല്ലെങ്കിൽ സത്യങ്ങളെ വേണ്ട രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാതെയാണ് പലപ്പോഴും നമുക്ക് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വളരെ ബാലൻസ്ഡ് ആയിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നാം തെറ്റായ കൺക്ലൂഷനുകളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഈ 4-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം, അല്ലെ 3-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് ഒന്നുകൂടെ വായിക്കാം. മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നതുപോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. 4-ാമത്തെ വാക്യത്തിൽ ഈ കംഫർട്ട്സ് us in all our troubles. ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും all our troubles. അത് ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ, അത് ആരോഗ്യം സംബന്ധിച്ചായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള കള്ള ദൂഷ്യങ്ങളിൽ നിന്നായിക്കോട്ടെ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരു വിഷയത്തിൽ നിന്നായിക്കോട്ടെ, ഏത് തരത്തിലുള്ളതാണെങ്കിലും നമ്മുടെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കാൻ മതിയായ ഒരു കർത്താവാണ് എന്നുള്ളൊരു സത്യം ഒരുപക്ഷെ നമ്മുടെ സ്നേഹിതന്മാരിൽ നിന്നോ ദൈവസഭകളിൽ നിന്നോ കൂട്ടു സഹോദരന്മാരിൽ നിന്നോ ഒക്കെ നമുക്ക് ലഭിക്കാത്ത ആ കംഫർട്ട് നമുക്ക് നൽകുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണെന്നുള്ള ഒരു ബോധ്യം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ചില സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം പിന്നെയും നമ്മുടെ ഹൃദയത്തിലെങ്കിലും പറയാറുണ്ട്, എനിക്ക് ആരുമില്ലല്ലോ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ ആരും കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷയം. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി അപ്പോസ്തലനായ പൗലോസ് പിന്നെയും ഇവിടെ ഈ ഭാഗത്ത് വളരെ ശക്തമായി ദൈവസഭയ്ക്ക് എഴുതുന്നു, നിങ്ങളെ ആശ്വസിപ്പിക്കുവാനായി ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ കംഫർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹി കംഫർട്ട്സ് us in all our troubles so that we can comfort others. അപ്പൊ എന്തുവാണ് ഈ ഇതിനെക്കുറിച്ചുള്ള അപ്പോസ്തലന്റെ ഈ സഫറിങ്ങിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതുമായ ഒരു കാര്യമാണ്. ദൈവസഭ വിശേഷമായിട്ട് ദൈവസഭ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാര്യം പലതരത്തിലുള്ള എംഫസൈസുകൾ ഇന്ന് ദൈവസഭയിലുണ്ട്. പ്രോസ്പെരിറ്റി ആയിക്കോട്ടെ, ഹൈപ്പർ ഗ്രേസ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ ഇന്ന് നാം നമ്മുടെ ചുറ്റുപാടും കേൾക്കുമ്പോൾ എന്താണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, എന്താണ് അപ്പോസ്തലന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്, ആദ്യ സഭയിൽ എന്തായിരുന്നു സംഭവിച്ചത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ഈ ആശ്വസിപ്പിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ദൈവ മക്കൾക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും അവിടെ പറയുന്നു. എന്തുവിന് വേണ്ടിയിട്ടാണ് ഈ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചത്? സോ ദാറ്റ് വി ക്യാൻ കംഫർട്ട് അതേഴ്സ്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. ഇത് ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ആശ്വാസം ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഫൈനാൻസ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ആശ്വാസവും ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്നുള്ള കാര്യം എത്ര സീരിയസ് ആയിട്ട് നാം ചിന്തിക്കണം. നമുക്ക് ദൈവം തന്ന സമാധാനം, ദൈവം നമുക്ക് തന്ന സ്വസ്ഥത, ദൈവം നമുക്ക് തന്ന റെസ്റ്റ്, ഇതൊക്കെ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ അവർ റെസ്റ്റ്ലെസ് ആയിരിക്കുമ്പോൾ, സമാധാനം അനുഭവിക്കാതിരിക്കുമ്പോൾ, ആകുലതയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച ഈ കംഫർട്ട് അവരിലേക്കും ഷെയർ ചെയ്യുവാനായിട്ട്
നമ്മുടെ ജീവിതത്തിൽ കഴിയണം. അതാണ് പൗലോസ് പറയുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കംഫർട്ട് നിങ്ങൾക്ക് ക്ഷയിച്ചത്, സോ ദാറ്റ് വി ക്യാൻ ഷെയർ കംഫർട്ട് അതേഴ്സ്. ഇനി രണ്ടാമത്തെ ഈ വാക്യത്തിൽ നിന്ന് തന്നെ മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കണം. നമുക്ക് ലഭിക്കാത്ത ഒരു കാര്യം നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ കുറെ എന്താ പറയുന്നത്, ഒരു സെൽഫ് കംഫർട്ടിങ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിച്ച് ഒരാൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറഞ്ഞത് സമാധാനം കർത്താവിൽ ഉണ്ടായതുകൊണ്ടാണല്ലോ. ഈ സമാധാനം ഇല്ലാത്ത ഒരാൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യവും ഒരു സത്യമാണ്. അപ്പൊ നമുക്ക് റിസീവ് ചെയ്തെങ്കിൽ മാത്രമേ ആ കംഫർട്ട് നമ്മൾ എന്തെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 5-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. 5-ാമത്തെ വാക്യം നമുക്ക് കുറച്ച് ചിന്തിക്കണം. ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദേ ആർ ട്രബിൾ ആൻഡ് വി വിൽ ബി ഏബിൾ ടു ഗീവ് ദം ദ സെയിം കംഫർട്ട്. കൂടുതലൊന്നും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല, നമുക്ക് ലഭിച്ചതേ കൊടുക്കാൻ പറ്റില്ല. സെയിം കംഫർട്ട് ഗോഡ് ഹാസ് ഗിവൺ us. 5-ാമത്തെ വാക്യം, വി സഫർ ഫോർ ക്രൈസ്റ്റ്, ദ ഫാർ മോർ വി സഫർ ഫ്രം ക്രൈസ്റ്റ്. 5-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം സഫറിങ് ആൻഡ് കംഫർട്ട് ത്രൂ ക്രൈസ്റ്റ്. ഫോർ ജസ്റ്റ് ആസ് സഫറിങ് ഓഫ് ക്രൈസ്റ്റ് overflow to us, so also through Christ our comfort overflows. രണ്ടും കർത്താവിലൂടെയാണ്, ക്രിസ്തുവാണ് ആങ്കർ പോയിന്റ്. ക്രിസ്തുവിലൂടെയാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് കംഫർട്ട് കൊടുക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ കർത്താവിലൂടെ റിസീവ് ചെയ്തത് സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. എഗെയിൻ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് നാം കേൾക്കുന്ന ടെലിവിഷൻ ചാനലിലൂടെ കേൾക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കേൾക്കുന്ന പല മെസ്സേജസിലും ഈ സഫറിങ്ങിന് എന്താണ് സഫറിങ്ങിനുള്ള ഇമ്പോർട്ടൻസ്. കാര്യം പലരും ഇന്ന് ജയിച്ചവരെയാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെ? നമ്മളെ ലോകം മുഴുവനും ജയിച്ചവരെ ഫോളോ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാര്യം ഒരു 10,000 വിശ്വാസികളുള്ള ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദേവദാസനെ നാം ജയിച്ചവനായിട്ടും 10 വിശ്വാസികൾ ഉള്ള ഒരാളെ പരാജയപ്പെട്ടവനാണെന്ന് നമ്മൾ ഒരുപക്ഷെ പറയത്തില്ലായിരിക്കാം. പക്ഷെ മനസ്സിനകത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാട്, ലോകത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാട്, അവർ നമ്പേഴ്സിൽ വിശ്വസിക്കുകയും കാണുന്നതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ ഈ കാണുന്നത് വെച്ചിട്ട് ആൾക്കാരെ വിലയിരുത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പൊ ഈ സഫറിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സഫറിങ് എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോൾ നമുക്കല്ല മറ്റുള്ളവർക്ക് വരുമ്പോഴും ദൈവസഭയിലായിരിക്കുന്ന നാം ഇതിനകത്ത് നിന്ന് എന്താണ് പഠിക്കേണ്ടത്, നമ്മൾ എന്താണ് ഈ സഫറിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ സഫറിങ് ദൈവിക അനുഗ്രഹത്തിന്റെ ലാക്കിംഗ് ആയിട്ടാണോ ഈ സഫറിങ് വരുന്നത്, അതോ ഒരു മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണോ അവരുടെ ജീവിതത്തിൽ ഈ സഫറിങ് വരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് സിൻസിയറായിട്ട് കർത്താവിനെ സേവിക്കുന്ന അനേക ദൈവദാസന്മാര് അവർ ഈ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത്? ഇങ്ങനെയൊക്കെ ഉള്ള പല ചിന്തകൾ ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കാം. അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാര്യം പൗലോസിന്റെ ഈ ലേഖനം എഴുതുന്ന സമയത്ത് താൻ കടന്നുപോയ വലിയ കഷ്ടതയുടെ അനുഭവങ്ങൾ, ശരീരത്തിലും മനസ്സിലും അനുഭവിച്ച കഷ്ടതകൾ തന്നെ വല്ലാതെ തളർത്തുകയും ഈ കഷ്ടതകളൊക്കെ കണ്ട് കൂടെ നിന്ന ആൾക്കാർ ഇദ്ദേഹം ഒരു അപ്പോസ്തലനാണോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നു എന്ന് നമുക്ക് ഈ പശ്ചാത്തലം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. കാര്യം ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് ഈ അപ്പോസ്തലൻ ഈ സഫറിങ്ങിലൂടെ ഒക്കെ കടന്നു പോകുന്നതിന്റെ കാരണം അദ്ദേഹത്തിന്റെ തന്റെ അപ്പോസ്തോലിക്കൻ തന്നെ ഒരു അപ്പോസ്തലനാണോ എന്നുള്ള ഒരു ചോദ്യം തന്നെ തന്റെ മുമ്പിൽ ഉയരുന്നു. അതിന്റെ ഒരു മറുപടിയായിട്ടും കൂടെയാണ് പൗലോസ് 5-6 വാക്യങ്ങളിൽ നാം കാണുന്നത്. അത് 5-6 വാക്യങ്ങളൊന്ന് വായിക്കാം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങളുടെ ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. അപ്പോൾ പൗലോസ് പറയാണ്, ഈ കഷ്ടങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയം, ഈവൻ വി ആർ വെയിങ് ഡൗൺ വിത്ത് ദ ട്രബിൾസ്, ഇറ്റ് ഈസ് ഫോർ യുവർ കംഫർട്ട് ആൻഡ് സാൽവേഷൻ. അല്ലാതെ ഞാനൊരു അപ്പോസ്തലനല്ലാത്തത് കൊണ്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ടോ എൻ്റെ പാപം കൊണ്ടോ അല്ല എന്നെ വിലയിരുത്തുന്ന നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിമിത്തം. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ കംഫർട്ടിനും ഇത് കാരണമായി തരണം. ഇറ്റ് ഈസ് ഫോർ യുവർ കംഫർട്ട് ആൻഡ് സാൽവേഷൻ. ഫോർ വെൻ വി ourselves are comforted, we will certainly comfort you. Then you will patiently endure the same thing we suffer. അപ്പൊ ഈ സഫറിങ്ങിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് പല വാക്യങ്ങൾ ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വചനം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. സമയമുണ്ടെങ്കിൽ അല്പം 1-2 വാക്യങ്ങളോട് നമുക്ക് ചിന്തിക്കാം. 1-ാമത്തെ വാക്യം
എന്താണ് ഈ റിയാലിറ്റി, ഈ സഫറിങ്ങിന്റെ റിയാലിറ്റി എന്താണ്? ഞാൻ ഈ ഒരു ഉദാഹരണം പറയാം. ഇതൊരു ജസ്റ്റ് ഒരു ഉദാഹരണമാണ്. ആരാ ഏതാണെന്നൊന്നും ചിന്തിക്കേണ്ട. ഒരു രണ്ട് സഹോദരന്മാർ, രണ്ടുപേരും കർത്താവിന്റെ വേലയിലാണ്. ഒരാള് വളരെ പല രാജ്യങ്ങളിലൊക്കെ പോയി അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസനാണ്. മറ്റൊരാള് അവിടെ താന് ഇന്ത്യയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് മീറ്റിംഗ് നടത്തുന്നു. ഒരാൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ കാശില്ല. പല പല വിഷയങ്ങളിലൂടെ താൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മറ്റേ സൈഡില് അദ്ദേഹത്തിന്റെ വളരെ ഫൈനാൻഷ്യലിയും ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരാൾ ചിന്തിക്കുന്നത് ഈ സഫറിങ് ഒക്കെ എല്ലാം കർത്താവ് സഫറിങ് എല്ലാം എടുത്തു, ഈ സഫറിങ്ങിലൂടെ നാം കടന്നു പോകേണ്ട കാര്യമില്ല, ഈ സഫറിങ് എന്തോ കുറവുണ്ടായതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെന്ന്. ഈ ചർച്ചിലുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന വിശ്വാസികളിലൊക്കെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷനാണ്. ഇതിൽ ഏത് ആളുടെ കൂടെ നിൽക്കണം, ആരാണ് ശരി? ഈ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരാളെ ശരിയാണെന്നോ ഒരാളെ തെറ്റാണെന്നോ വാദിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിന്റെ മുഴുവൻ ഒരു ഫുൾ പിക്ചർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളൊന്ന് വായിക്കണം. ഒന്ന്, എന്താണ് റിയാലിറ്റി ഓഫ് ഹ്യൂമൻ സഫറിങ്? ഇപ്പൊ ഈ എലമെന്റ് ഓഫ് ഫോളിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉൽപ്പത്തി പുസ്തകം നാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അവിടെയാണ് ഈ സഫറിങ്ങിന്റെ എല്ലാം തുടക്കം. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഇതാരാ പറഞ്ഞതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതൊരു പാപത്തിന്റെ, ഒരു അനുസരണക്കേടിന്റെ കാരണമാണ്, കോസ് ആണ് ഇത് ഉണ്ടാകാനുള്ള സാധ്യത, ഉണ്ടായതിന്റെ കാരണം. പക്ഷെ ഇത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത് സഫറിങ് ഇന്നുമുണ്ട്. അതൊരു മനുഷ്യനെല്ലാം ആ ഒരു വിഷയത്തിലൂടെ ഗോത്രൂ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇതിന്റെ എൻഡ് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കാണാം. കുറേ വാക്യങ്ങൾ വായിക്കാനായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം അതിന്റെ 21-4. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇത് കർത്താവിന്റെ 2ാമത്തെ വരവിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കഷ്ടത എവിടെ തുടങ്ങി എവിടെ തീർന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ ഇടയിലൂടെ നമ്മൾ ജീവിക്കുന്ന, നാം രക്ഷിക്കപ്പെട്ടാലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും നമ്മളെല്ലാം ഈ കഷ്ടതയിലൂടെ കടന്നു പോകണം എന്നുള്ളൊരു കാര്യം ഒരു റിയാലിറ്റിയാണ്. ഓരോരുത്തരുടെയും ലൈഫിൽ വ്യത്യസ്തമായിട്ടുള്ള കഷ്ടതകളാണ്. ചിലർക്ക് സഹിക്കാൻ കഴിയുന്നത് ഇതിനകത്ത് ലിമിറ്റ് ഉണ്ട്, ചിലർക്ക് കുറച്ചുകൂടെ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എനിവേ, ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്റെ പ്ലാനുകൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആണ്. റോമാലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്, കഷ്ടതയിലൂടെ കടന്നു പോകേണ്ട വന്നതിന്റെ ഒരു കാരണത്തെ കുറിച്ച് പറയുന്നു. മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. അപ്പൊ ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് ഒന്ന്. ഇതിന്റെ മൂലമായ കാരണം മിസ്യൂസ് ഓഫ് ഹ്യൂമൻ ഫ്രീഡം. നമുക്ക് ലഭിച്ച ആ ഫ്രീ വില്ല്, നമുക്ക് ലഭിച്ച ആ ഫ്രീഡത്തെ മിസ്യൂസ് ചെയ്തതാണ്. ഇനി 8-ാം അധ്യായത്തിന്റെ ഇത് ആദാമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. 8-ാം അധ്യായത്തിന്റെ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളോടെ വായിച്ചു പോകാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. ദൈവത്തിന്റെ വചനപ്രകാരം സിൻ ലെഡ് ടു സഫറിങ്, അത് മറ്റു സൃഷ്ടിയിലുള്ള എല്ലാവരിലേക്കും അത് വ്യാപരിച്ചു എന്നുള്ളത് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനിയും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സഫറിങ് ദൈവമക്കൾക്ക് ഉണ്ടാകുന്ന ഈ സഫറിങ്ങിനകത്ത് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സഫറിങ് ഈസ് നോട്ട് പ്യുവർലി പോയിന്റ്ലെസ്. അപ്പൊ ഇതിനകത്തുള്ള ദൈവിക ഉദ്ദേശം അത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ തന്നെ 28-ാം വാക്യം നാം വായിക്കുമ്പോൾ ഗോഡ് വർക്ക്സ് ഓൾ തിങ്സ് ടുഗദർ ഫോർ ഗുഡ് എന്ന് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇപ്പൊ കഷ്ടതയുണ്ട്, കഷ്ടത ലോകത്തിലുണ്ട്. അത്
നാം എല്ലാവരും അതിനകത്തൂടെ ചെറുതായിട്ടായിട്ടും വലുതായിട്ടാണെങ്കിലും നാം ഇതിനകത്തൂടെ ഒക്കെ ഡിഫറെന്റ് ഫോമിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതൊരു സത്യമാണ്. എന്നാൽ ഇതിനകത്ത് ദൈവത്തിന്റെ പ്ലാന്, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നുള്ളത്, ദൈവമക്കളെ കുറിച്ച് ഇങ്ങനെയുള്ള കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ട് ദൈവത്തിന് മാറ്റുവാനായിട്ട് കഴിയും. അത് കാര്യം നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഷ്ടതയും നമ്മുടെ ജീവിതത്തിൽ അത് നന്മയ്ക്കായിട്ട് തന്നെ കൂടി വ്യാപരിക്കും. അതിന്റെ ഒരു കാര്യം പറയുന്നത്, ഇത് നമ്മളിൽ ഒരു ക്യാരക്ടർ കൾട്ടിവേറ്റ് ചെയ്യുവാനായിട്ട് പലപ്പോഴും ഈ കഷ്ടതകൾ പ്രയോജനപ്പെടാറുണ്ട്. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമ്മൾ കഷ്ടങ്ങളിൽ ഒരു ദൈവിക അല്ലെങ്കിൽ ഒരു ദൈവ പൈതല് അതിൽ സന്തോഷിക്കേണ്ടതിന്റെ ഒരു കാര്യം, ഈ കഷ്ടത ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സോളില്, നമ്മുടെ ക്യാരക്ടറിലൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അതൊരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ മാത്രമേ ആ ഒരു പ്രോമിസ് ഉള്ളൂ. അപ്പൊ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ക്യാരക്ടർ ഫോർമേഷന് വേണ്ടിയിട്ട് ദൈവം ഉപയോഗിക്കാറുണ്ട്. യാക്കോബിന്റെ ലേഖനം ജെയിംസ് ചാപ്റ്റർ 1:3-5. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തിന് അപ്പൊ നമുക്ക് സ്ഥിരതയ്ക്ക് തികഞ്ഞ ഒരു പ്രവൃത്തി ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ വിശ്വാസത്തിന്റെ പരിശോധന, അത് ഉതകം. അതിനകത്ത് ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ ഇൻവൈറ്റ് ചെയ്ത് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന ചില കഷ്ടതകൾ, അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലെ ക്യാരക്ടർ ഫോർമേഷനും അത് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കുവാനും അത് ദൈവവുമായിട്ട് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്ന, പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില പർപ്പസ് അതിന്റെ ബിഹൈൻഡുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യോസഫിന്റെ ജീവിതത്തില് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തില് താന് ഈ കഷ്ടതയെക്കുറിച്ച് പറയുന്ന, ഈ ദുഷ്ടതയെക്കുറിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. വളരെ ഫേമസ് ആണ്, നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമാണ്. ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. അപ്പം ദോഷം വിചാരിക്കുന്ന ഈ ഒരു ശത്രു ദോഷമായിട്ട് ചെയ്യുന്നത് പോലും ദൈവജനത്തിന് ഗുണമാക്കുന്ന ഒരു ദൈവം. ജോസഫിന്റെ ജീവിതത്തിൽ താൻ കഷ്ടതയിലൂടെ പോയോ എന്ന് ചോദിച്ചാൽ പോയി. പൊട്ടക്കിണറുണ്ടായിരുന്നു, കാരാഗ്രഹം ഉണ്ടായിരുന്നു, സ്ലേവറി ഉണ്ടായിരുന്നു, തന്നെക്കുറിച്ച് താൻ ചെയ്യാത്ത കാര്യം അപവാദം പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യത്തിലൂടെ തനിക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. എന്നാലും അതിന്റെ എൻഡ് ഒരു ഗുണമാക്കി തീർക്കുന്ന ഒരു ദൈവം. അപ്പൊ ദൈവമക്കളുടെ ജീവിതത്തിലെ ഈ കഷ്ടതകൾ അതാര് മൂലമാണ്, ശത്രുക്കൾ മൂലമാണെങ്കിലും അത് മിത്രങ്ങൾ മൂലമാണെങ്കിലും അത് സാഹചര്യങ്ങൾ മൂലമാണെങ്കിലും ഏതാണെങ്കിലും, നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യാശ ദൈവജനം, ദൈവമക്കൾ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, അവര് കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ഇതെല്ലാം ഗുണമാക്കുന്ന ഒരു ദൈവം. അപ്പം കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന, അതിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥന കുറഞ്ഞതുകൊണ്ടാണോ ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ കർത്താവിന് നിങ്ങളോട് പെട്ടെന്ന് സ്നേഹത്തിൽ അല്പം കുറവ് വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. ഈ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴും നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാനുകൾ, പദ്ധതികൾ, ദൈവത്തിന്റെ ആ പ്രോസസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിനകത്തൊക്കെ ദൈവത്തിന് വലിയ പ്ലാനുകളുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഈ കഷ്ടത ചിലരെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഫോളൻ ആയിട്ടുള്ള പാപത്തിലായിരിക്കുന്ന പലരുടെയും ജീവിതത്തില് ഈ കഷ്ടത ദൈവം കൊടുത്ത് അവരുടെ ആ ഡിസൊബീഡിയൻസിന്റെ ഒരു കോൺസിക്വൻസസ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ തുടർച്ചയായ കഷ്ടതയിലൂടെ കടത്തി വിടുന്നതും പഴയ നിയമത്തില് നാം കാണുവാനായിട്ട് സാധിക്കും. ഡ്യൂട്രോണമി ചാപ്റ്റർ 30 അതിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിന്റെ 15 മുതൽ 20 വരെയുള്ള വാക്യം. ഇതാ, ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരുന്ന് പെരുകയും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാനും അവന്റെ വഴികളിൽ നടപ്പാനും അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു.
എന്നാൽ നീ അനുസരിക്കാതെ നിന്റെ ഹൃദയം മറിയുകയും നീ വശീകരിക്കപ്പെട്ട അന്യദൈവങ്ങളെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്താൽ നീ യോർദാൻ കടന്ന് കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കാതെ നിശ്ചയമായിട്ട് നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് ഇത് നഷ്ടപ്പെട്ടു നശിച്ചുപോയ ഒരു കൂട്ടത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 19 വരെ മുതലുള്ള വാക്യങ്ങളിലും നാം ഇത് തന്നെ കാണുന്നു. അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീക്ഷ്ണതയുള്ള ദൈവം. അവൻ നിങ്ങളെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. അപ്പം അവിടെ ഒരു വാണിംഗ് ആയിട്ട് ജോഷുവ കൊടുക്കുകയാണ് ഇസ്രായേൽ ജനത്തിന്. നിങ്ങളെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ കഷ്ടതയിലൂടെ നടത്തും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ അനുസരണക്കേടും നിങ്ങൾ അന്യ ദൈവങ്ങളെ സേവിക്കാനായിട്ട് പോകുമ്പോഴും. ഈ കഷ്ടതകൾ തന്നെ ഒരു ഇൻഡിക്കേഷനായിട്ട് പലപ്പോഴും ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട് ഫോളൻ ആയിട്ടുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ കഷ്ടതകൾ അവരുടെ കഷ്ടതയ്ക്ക് അവരെ ഒന്ന് തട്ടി ഉണർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. അതുപോലെ 2 ക്രോണിക്കൽസ് 16-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഈ ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് കഷ്ടതകൾ ദൈവം ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സഫറിങ് that helps turn people back to God. 2 ക്രോണിക്കൽ 6-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടിക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെയും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ തന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് കൈ മലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും നിന്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തൻ അവനവന്റെ നടപ്പ് പോലെ ഒക്കെയും നൽകുകയും ചെയ്യണമേ. അപ്പൊ ഈ തിരിഞ്ഞു വരുവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കഷ്ടതകൾ, കർത്താവിനെ വിട്ട് യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിൽ അത് വ്യക്തമായിട്ട് അറിയാം. ചില കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് വ്യക്തമായിട്ട് അവർക്കറിയാം. അവർ ദൈവത്തെ വിട്ട് അവരുടെ ദുഷ്ടതയിൽ നിന്ന് തിരിഞ്ഞ് ആലയത്തിലേക്ക് മടങ്ങുവാൻ വേണ്ടിയിട്ട് പലരുടെയും ജീവിതത്തിൽ കഷ്ടതകൾ ദൈവം അനുവദിക്കാറുണ്ട്. അതുപോലെ തന്നെ കഷ്ടതയ്ക്ക് പല വാക്യങ്ങൾ അതിനകത്തുണ്ട്. ഇതെല്ലാം വായിക്കുവാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവവചനം നമ്മളെ പിന്നെയും പഠിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. കർത്താവിന്റെ കഷ്ടത, ഗോഡ് ഷെയർസ് ഇൻ അവർ സഫറിങ്. കർത്താവ് നമ്മുടെ കഷ്ടതകളെ ഷെയർ ചെയ്തെന്ന് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതിന്റെ 12-2 കൂടെ വായിച്ചു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. കർത്താവ് നമ്മുടെ കഷ്ടതകൾ ഷെയർ ചെയ്തു. നമുക്ക് ഈ പാപം നമ്മ ചെയ്ത പാപമാണ്, കഷ്ടതകൾ അനുഭവിക്കേണ്ടതും ഈ മാനവ കുലമാണ്. എന്നാൽ മാനവജാതിയോട് അവന്റെ ഇൻകാർണേഷനോട് കൂടെ കർത്താവ് ഈ ഭൂമിയിൽ നമ്മോടം താന്നു വന്ന് മനുഷ്യനായി, മനുഷ്യന്റെ കഷ്ടതകളിൽ അവൻ ഭാഗമായി, നമ്മുടെ കഷ്ടതകൾ അവൻ ഏറ്റെടുക്കുവാനായിട്ട് ഇടയായി. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. Instead he gave up his divine privilege and he took the humble position of a slave and was born as a human being and he appeared in the human form. അവൻ നമ്മോട് താന്നു വന്ന് നമ്മുടെ കഷ്ടതകൾ കർത്താവ് ഷെയർ ചെയ്യുന്നതായിട്ട് നാം ഈ ഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നാം പഠിച്ചതുപോലെ തന്നെ ഈ കഷ്ടതകൾ പുതിയ നിയമത്തിലും ഈ സഫറിങ് ക്യാൻ ഓൾസോ യൂസ് ഗോഡ് ട്രാൻസ്ഫോമേഴ്സ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു ഐഡന്റിറ്റിയാണ്, ചൈൽഡ് ഓഫ് ഗോഡിന്റെ ഒരു ഐഡന്റിറ്റി ആയിട്ടും കഷ്ടതകൾ ദൈവം അനുവദിക്കാറുണ്ട്. എബ്രായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഇതൊരു മാർക്ക് ഓഫ് അവർ ഐഡന്റിറ്റി ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? ചിലപ്പോൾ ദൈവം അനുവദിക്കുന്ന ചില ചില പണിഷ്മെന്റുകൾ
അത് ദൈവ മക്കൾക്ക് ദൈവം അനുവദിക്കുന്നതാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത് അനുവദിച്ചത് നാം കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിന്റെ മക്കളായതുകൊണ്ടാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഐഡന്റിറ്റി ആയിട്ടാണ് അവിടെ നാം കാണുന്നത്. ഇതിന്റെ 11-ാമത്തെ വാക്യം, 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരം അത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ബെനിഫിറ്റ് ഓഫ് സഫറിങ് കുറിച്ചും പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നു. നീതി എന്ന സമാധാനം, അല്ലെ? No discipline is enjoyable while it is happening. It is painful. But afterward, there will be a peaceful harvest of right living for those who are trained in this way. അപ്പോൾ ഒരു ഹാർവസ്റ്റ് ഉണ്ട് ഈ സഫറിങ്ങിലൂടെ നമ്മുടെ ജീവിതത്തിന് കടന്നു പോകുമ്പോൾ അതിനെ ഒന്ന് കണ്ടുകൊണ്ടൊന്ന് ക്രമീകരിക്കുവാൻ. പക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ പറ്റുന്ന ഒരു പ്രശ്നം, നമ്മൾ ഇങ്ങനെയുള്ള സഫറിങ്ങിലൂടെ കടന്നു പോകുന്ന സമയത്തും നമ്മൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുക. നമ്മുടെ ഹൃദയത്തിൽ തന്നെ അറിയാം ഇത് ശരിയല്ല, നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ്. ഈ ഒരു സെറ്റ് ബാക്ക് എൻ്റെ ജീവിതത്തിൽ വന്നത് ഞാൻ എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ്, ഇത് പരിഹരിക്കേണ്ടതാണെന്നൊക്കെ മനസ്സിലായെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുവാൻ അല്ലെങ്കിൽ നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുവാനായിട്ട് നാം ശ്രമിച്ചാൽ ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഒന്ന് ഏറ്റുപറഞ്ഞ് അതിനകത്ത് ഒരു അഭ്യാസം പ്രാപിച്ചാൽ afterward there will be a peaceful harvest of a right living. ആരെ കുറിച്ച് അത് പറഞ്ഞിരിക്കുന്നത്? those who trained in this way. അപ്പൊ ട്രെയിനിങ് ലഭിച്ചത് കൊണ്ട് കാര്യമില്ല, ആ ട്രെയിനിങ് പാസ്സാകണം. those who trained in this way, they will have a peaceful living. That's their harvest. Praise the Lord. അതിനകത്ത് suffering is an expression of our unity with the Christ. ഫിലിപ്പിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുകയാണ്, ദൈവ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഫറിങ് is an expression of our unity with the Christ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവരെന്നെണ്ണുന്നു. ഇതൊക്കെ വളരെ ഡെപ്തുള്ള വാക്യങ്ങളാണ്. ഇതൊന്നും ഒരു ബൈബിൾ സ്റ്റഡിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. പൗലോസ് അതൊക്കെ ഒരു വാക്യത്തിൽ എഴുതി പോയെങ്കിലും അത് ആ കഷ്ടതയിലൂടെ പോയ ഒരു ദൈവദാസിക്ക് മാത്രമേ അതിന്റെ ആ ഡെപ്ത്, അതിന്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. അവന്റെ കഷ്ടാനുഭവങ്ങളിൽ കൂട്ടായ്മ ഉള്ളവരായി, എക്സ്പ്രഷൻ ഓഫ് അവർ യൂണിറ്റി വിത്ത് ക്രൈസ്റ്റ് സഫറിങ്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള യോഗ്യതയോ അർഹതയോ എനിക്കില്ല. ഇത് ഒറ്റ കാര്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഒന്ന് വായിക്കാം. ഐ എം ഗ്ലാഡ് വെൻ ഐ സഫർ ഫോർ യു ഇൻ മൈ ബോഡി, ഫോർ ഐ ആം പാർട്ടിസിപ്പേറ്റിംഗ് in the suffering of Christ that continue for his body, the church. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. ഈ കഷ്ടത എന്ന് പറയുന്നത് ഒരു പരാജയമല്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ദൈവവചനം നമ്മൾ അതെയാണ് പഠിപ്പിക്കുന്നത്. പൗലോസ് തന്റെ ജീവിതത്തിൽ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കഷ്ടതകളിൽ കർത്താവ് തന്നെ ആശ്വസിപ്പിച്ചു. അത് വളരെ കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് പറയുമ്പോൾ തന്നെ ഈ കഷ്ടത എന്താണ് എന്നുള്ളത് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. തിരുവചനം നമ്മളെ കഷ്ടത എന്താണെന്നുള്ളതിനെ കുറിച്ച്, കാര്യം നമ്മൾ ഇത് വെച്ചിട്ട് പലരെയും ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. ഇന്നാൾക്ക് എന്തുകൊണ്ട് രോഗം, ഇന്നാൾക്ക് എന്തുകൊണ്ട് എണീക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ഇന്നാൾക്ക് എന്തുകൊണ്ട് ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ നാം മറ്റുള്ളവരെ വിധിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ചിലരുടെ ജീവിതത്തിൽ ദൈവം അനുഭവിച്ചിട്ടുള്ളത് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകത്തില്ല. അവരെ ദൈവം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു മിസ്റ്ററിയാണ്. ഓരോരുത്തർക്കും ഒരുപക്ഷെ അതിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാകുമായിരിക്കാം, മറ്റുള്ളവർക്ക് അത് മനസ്സിലാകണമെന്നില്ല. ഹല്ലേലൂയ. ഇതിന്റെ അവസാനം ഈ റെസൊല്യൂഷൻ ഓഫ് ദ സഫറിങ് അവിടെ കൂടെ പറഞ്ഞ് ഞാൻ ആ ഒരു പോയിന്റ് വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രവാചകൻ അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നു. യെശയ്യാവ് പറയുന്നു, അത് വെളിപ്പാടിലും നാം അതേ തന്നെ കാണുന്നു. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 35-ാമത്തെ വാക്യം, 35-ാമത്തെ അധ്യായത്തിന്റെ 10-ാം വാക്യം. എന്നാണ് ഈ കഷ്ടത തീരുന്നത് എന്നുള്ളത്, കഷ്ടതയുടെ ഒരു കംപ്ലീറ്റ് റെസൊല്യൂഷൻ എന്നാണ് സംഭവിക്കുന്നത്. ഇനിയിപ്പോൾ എത്ര ശക്തനായ ദൈവദാസന്മാർ എന്തൊക്കെ പറഞ്ഞാലും ഈ സംഭവം തീരണമെങ്കിൽ അതിന്റെ
അതിന്റെ ആ പ്രവചനത്തിന്റെ ആ സമയത്തിന്റെ പൂർത്തീകരണത്തിൽ മാത്രമേ ഈ കഷ്ടത മാറിപ്പോകത്തുള്ളൂ. ഇത് നിങ്ങൾ എത്ര ആഷ്പൂഷായിട്ടുള്ള ചർച്ചിൽ പോയാലും കഷ്ടതയില്ലാതെ നിങ്ങൾ ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ജീവിക്കാമായിരിക്കാം, പക്ഷെ നിങ്ങളൊരു ദൈവവൈതലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതകളിലൂടെ ഒക്കെ കടന്നു പോയെങ്കിലേ മാത്രമേ കഴിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് കടന്നു പോകേണ്ടത്? അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചൊക്കെയാണ് ഓടിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു പോകുവാനായിട്ട് ഇടയായത്. യെശയ്യാവിന്റെ പുസ്തകം 35-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അന്ന് ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ആ സിയോനിൽ ചേരുന്ന ആ നിമിഷം അവിടെയാണ് ദൈവവൈതലെ ദൈവസഭയുടെ ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുന്നത് പൂർണ്ണമായും. അതിന്റെ തന്നെ 51-ാമത്തെ വാക്യം, 51-ാമത്തെ അധ്യായത്തിന്റെ 11-ാം വാക്യം, യെശയ്യാവിന്റെ പുസ്തകം തന്നെ 51-ന്റെ 11. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖം 65-ന്റെ 19. ഞാൻ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല. കരച്ചിലും നിലവിളിയും കേൾക്കാത്ത ഒരു നാള് ദൈവജനമേ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇന്ന് ദൈവസഭയിലൂടെ കടന്നു പോകുന്ന, ഇന്ന് ദൈവസഭയിലുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിൽ ഈ പറയുന്ന വിവിധ തരത്തിലുള്ള വിഷയങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യവും ഒരു സത്യമാണ്. ഏത് ഗവൺമെന്റ് മാറി വന്നാലും, നമ്മൾ ഏത് രാജ്യത്തായാലും, നമ്മൾ ഇനി എത്ര ശക്തനായ അഭിഷിക്തന്മാരുണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്തുനിന്ന് ഒരു വിടുതലില്ല. ഇതിനകത്തുനിന്ന് പൂർണ്ണമായും ഒരു മാറ്റം ദൈവസഭയ്ക്കില്ല. അത് ദൈവത്തിന്റെ ഡിസൈനിലുള്ളതാണെന്നുള്ളതാണ് നാം ഈ വാക്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യമാണോ? 17-ാം വാക്യം എന്ന് വായിച്ചു. Lamb on the throne will be their shepherd. സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഓ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഒരു നാള് ദൈവവൈതലേ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് പൂർണ്ണമായിട്ടും കണ്ണുനീർ തുടയ്ക്കുന്ന, പൂർണ്ണമായിട്ടും എല്ലാ കഷ്ടതകളിൽ നിന്നും വേദനയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ ജനത്തിന് ആശ്വാസമുള്ള ആ ഒരു നാള്. അല്ലാത്ത നാം ആയിരിക്കുമ്പോൾ എത്ര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്തൂടെ പോകേണ്ട വരും എന്നുള്ളൊരു സത്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കാര്യം നിങ്ങളെ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുവാണെങ്കിൽ അത് ശരിയല്ല, വചനപ്രകാരമുള്ളതല്ല. അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് ഈ ഒരു വിഷയത്തിനകത്ത് തന്നെ ദ സഫറിംഗ് ആൻഡ് കംഫർട്ട് ത്രൂ ക്രൈസ്റ്റ്. സഫറിംഗ് ഓഫ് ക്രൈസ്റ്റ് ഓവർഫ്ലോസ് ടു us and also through Christ our comfort overflows. സഫറിംഗ് ഇല്ലാത്തടത്ത് കംഫർട്ടിന്റെ ആവശ്യമില്ല. കംഫർട്ടറായിട്ടുള്ള പരിശുദ്ധാത്മാവ് എന്തിന് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ദൈവജനത്തിന് സഫറിംഗ് ഉള്ളത് കൊണ്ടാണ് കംഫർട്ടർ ഈ ലോകത്തിലുള്ളത്. പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളിടത്തോളം സഫറിംഗ് ഉണ്ട്, പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളിടത്തോളം കംഫർട്ടും ഉണ്ട്. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം, affliction of your comfort and salvation. If you are afflicted, it is for your comfort. If we are afflicted, it's for your comfort and salvation. If we are comforted, it is your comfort. എന്തിനാ പൗലോസ് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെ ഉള്ളവർക്ക് ഒരു ചിന്ത, പൗലോസിന്റെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ അഭിഷേകത്തിന്റെ കുറവ് കൊണ്ടോ എന്നൊക്കെ ചിന്തിച്ച ഒരു ജനത്തോടാണ് പറയുന്നത്. അങ്ങനെയല്ല സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കഷ്ടത. ഹല്ലേലൂയ. അപ്പോൾ അതൊരു സത്യമാണ്. ഇനി ഞാൻ ആ ഒരു വിഷയത്തിനകത്ത് പിന്നെയും ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 7-ാമത്തെ വാക്കിനോട് വായിച്ച് നമുക്കിവിടെ നിർത്താം. നിങ്ങളുടെ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കഷ്ടങ്ങൾ, നിങ്ങളുടെ ഹോപ്പ്, ദ ഗ്രീക്ക് വേർഡ് യൂസ് എൽപീസ് എന്നാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കഷ്ടങ്ങൾക്ക് ഞങ്ങൾ കൂട്ടാളികളായിരിക്കുന്നത് പോലെ അവർ ഹോപ്പ് ഫോർ യു ഈസ് ഷുവർ, ബിക്കോസ് വി നോ ജസ്റ്റ് ആസ് യു ഷെയർ ഇൻ അവർ സഫറിംഗ് സോ ഓൾസോ യു വിൽ ബി ഷെയർ ഇൻ അവർ കംഫർട്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ കഷ്ടതകൾ അനുഭവിക്കുന്ന, കഷ്ടതകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോടാണ് പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ ആശ്വാസത്തിന്റെ കരം വെളിപ്പെടുമെന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ്. ഈ കഷ്ടതകളൊക്കെ നമ്മുടെ ജീവിതത്തിലെ കയ്യിരിപ്പുകൊണ്ടല്ല, നാം കർത്താവിനെ സേവിച്ചതുകൊണ്ട്, കർത്താവിനെ ഫോളോ ചെയ്തതുകൊണ്ട്, നമ്മുടെ പാപങ്ങൾ കൊണ്ടുള്ള കഷ്ടതയല്ല, കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട്, അവന്റെ തീരുമാനങ്ങൾ അനുസരിച്ച്, അവന്റെ ആജ്ഞ അനുസരിച്ചതുകൊണ്ട്, ദൈവവചനം ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഉള്ള എല്ലാ കഷ്ടതകളിലും നമുക്ക് ആശ്വാസം ലഭിക്കുവാൻ, ആശ്വാസം തരുവാൻ പരിശുദ്ധാത്മാവ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന അവർ ഹോപ്പ് ഈസ് ഷുവർ. നമ്മുടെ ആ ഒരു വിഷയത്തിൽ തന്റെ പ്രത്യാശ, തന്റെ കൺഫർമേഷൻ വളരെ ഉറപ്പുള്ളതാണ്.
കാര്യം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളുടെ ഏത് സാഹചര്യത്തിലൂടെ, ഇത് നമ്മളെ ഒരുപാട് ആശ്വസിപ്പിക്കുന്ന ഒരു വചനങ്ങളാണല്ലോ, അധ്യായമാണല്ലോ. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഒരു കാര്യം സത്യമാണ്, പലപ്പോഴും നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം പോലും മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. നമുക്ക് പലപ്പോഴും അവരോട് പൂർണ്ണമായിട്ട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഇതൊക്കെ ഉള്ളപ്പോഴും മനുഷ്യന്റെ പരിധികളുണ്ട്. അവർക്കൊരിക്കലും നമ്മുടെ മൈൻഡ് ഒന്നും റീഡ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. നമ്മൾ എക്സ്പ്രസ് ചെയ്തെങ്കിലേ അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവം, നാം എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന, ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ, രോഗങ്ങളൊക്കെ നന്നായി അറിയുന്ന ഒരു ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. ഒരിക്കൽ കൂടെ അടിവരയിട്ട് ഇത് നമ്മളെ ഈ വചനങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നു. ഈ വചനങ്ങളാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന്